ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്നാദ്യം പ്രതിപാദിക്കുന്നത് 2018 റിലീസായ കപ്പേർണം എന്ന ലബനീസ് മൂവിയാണ്. നദീം ലബസ്കിയാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു അടിപിടി കേസിൽ ജയിലിലെത്തുന്ന സെയിൻ എന്ന 12-കാരൻ തന്റെ നരകതുല്യമായ ജീവിതത്തിന് കാരണക്കാരായ തന്റെ മാതാപിതാക്കൾക്കെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും തന്നെ എന്തിനു ജനിപ്പിച്ചു എന്ന ശക്തമായ ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ സിനിമ മുന്നേറുന്നത്. കുറച്ച് വേദനകളും പ്രചോദനവുമായി മാറുന്ന ഹൃദയം തൊടുന്ന ഒരുപിടി ജീവിത യാഥാർത്ഥ്യങ്ങളാണ് കപ്പേർണം എന്ന സിനിമ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോക സിനിമയിലെ തന്നെ മികച്ചൊരു സിനിമ അനുഭവം. ഇതിൽ അമ്പരപ്പിക്കുന്നത് സെയിൻ എന്ന ബെയ്റൂട്ട് ചേരിയിൽ ജീവിക്കുന്ന പയ്യൻ, പിന്നെ 1.5 വയസ്സ് മാത്രമുള്ള യൂനുസ്, പിന്നെ റാഹേൽ എന്ന എത്യോപ്യൻ ലേഡി എന്നിവരുടെ പ്രകടനങ്ങളാണ്. ഇവർ മാത്രമല്ല, ഈ സിനിമയിലെ കഥാപാത്രങ്ങളാരും അഭിനയിക്കുകയല്ല, മറിച്ച് ജീവിക്കുകയാണ്. അവരുടെ അതിജീവനമാണ് ഈ സിനിമ. ഇതിലെ അഭിനേതാക്കളാരും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളല്ല, ചേരിയിൽ നിന്നും സംവിധായക കണ്ടെത്തിയവരാണ്. പട്ടിണിയും അതിൻ്റെ ക്രൂരത നിറഞ്ഞ നിസ്സഹായ അവസ്ഥയിലും പതറാതെ പിഞ്ചു കുഞ്ഞായ യൂനുസിനെയും കയ്യിലെടുത്ത് യൂനുസിൻ്റെ വിശപ്പടക്കാൻ സെയിൻ നടത്തുന്ന പോരാട്ടങ്ങൾ നിങ്ങളെ പിടിച്ചുലയ്ക്കുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്യും. നമ്മുടെ ചിന്തകളെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനും നമ്മൾക്കൊക്കെ ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എത്ര വലുതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതും ഇത്തരത്തിലുള്ള മൂവികളാണ്. പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന ഒരു അഡ്രസ്സും ഐഡിയയുമില്ലാത്ത ഇവരെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ തീരുമാനം ചെറുതായെന്ന് മാറിപ്പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു. രക്ഷിതാക്കളുടെ മോശം തീരുമാനങ്ങൾ മുതിർന്ന കുട്ടികൾക്കുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഈ സിനിമ കാട്ടിത്തരുന്നുണ്ട്. ആക്ഷൻ എന്ന് സംവിധായക പറഞ്ഞിട്ടാണ് ഇതിൽ സെയിനും യൂസഫും അഭിനയിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്ര സ്വാഭാവികമായ അഭിനയമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമ എന്നത് ഒരു ഭാഷയാണ്. പ്രേക്ഷകന് അതിൻ്റെ വ്യാകരണം മനസ്സിലാക്കിയില്ല എങ്കിൽ പോലും അത് ആസ്വദിക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നത് സംവിധായകരുടെ കടമയാണ്. അങ്ങനെയെങ്കിൽ 100% മികച്ചൊരു കലാസൃഷ്ടിയായിട്ടാണ് ലബസ്കി തൻ്റെ ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ സിനിമയുടെ അവസാന ഫ്രെയിമിൽ സെയിൻ്റെ ചിരി, ആ ചിരിയായിരിക്കും സിനിമയെപ്പറ്റി പിന്നീട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. അവസാനമായി ഞാൻ അടിവരയിട്ട് പറയുന്നത്, വൺ ഓഫ് ദ ബെസ്റ്റ് റിയലിസ്റ്റിക് ആൻഡ് ഹാർട്ട് ടച്ചിങ് മൂവി ഐ എവർ വാച്ച്. അതാണ് കപ്പേർണം എന്ന മൂവി. ഇനി അടുത്തത് 2005 റിലീസായ ദ ഡെത്ത് ഓഫ് മിസ്റ്റർ ലെസ്രസ്കി എന്ന റുമേനിയൻ മൂവിയാണ്. ക്രിസ്റ്റീന പിയോ ആണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റുമേനിയയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രങ്ങളിൽ ഒന്നാണ് ദ ഡെത്ത് ഓഫ് മിസ്റ്റർ ലെസ്രസ്കി. ബെയ്റൂട്ടിലെ ഒരു തെരുവിൽ താമസിക്കുന്ന ലെസ്രസ്ക്യൂ എന്ന റിട്ടയർഡ് എഞ്ചിനീയർ, അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും തുടർന്ന് ആ രാത്രിയിൽ അദ്ദേഹവുമായി പല ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങുകയും പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ. റുമേനിയൻ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ അപജയം ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. തികച്ചും റിയലിസ്റ്റിക് ആയൊരു പരിചരണമാണ് ക്രിസ്റ്റിയ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 2.5 മണിക്കൂറുള്ള ഈ സിനിമ ഫോർവേഡ് അടിച്ച് അരമണിക്കൂറാക്കി കാണുവാൻ സാധിക്കും എന്നതാണ് ഈ സിനിമയുടെ പ്രധാന പ്ലസ് പോയിന്റ്. അതുതന്നെയാണ് ഈ സിനിമയുടെ നെഗറ്റീവും. പിന്നെ റുമേനിയൻ ജീവിതവും സംസ്കാരവും ഹോസ്പിറ്റൽ സിസ്റ്റവും എല്ലാം കുറേയൊക്കെ മനസ്സിലാക്കുവാൻ ഈ സിനിമ ഉപകരിക്കും. അടുത്തത് ഒരു വടക്കൻ വീരഗാഥ. 1999 റിലീസായ ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകളിൽ പല കാരണങ്ങളാൽ എഴുതപ്പെട്ട സിനിമയാണ്. ഹിസ്റ്റോറിക്കൽ പീരിയഡ് ഡ്രാമകളുടെ ബെഞ്ച് മാർക്കായാണ് വടക്കൻ വീരഗാഥയെ കണക്കാക്കുന്നത്. പിന്നീട് ഇതേ ശ്രേണിയിൽ വന്ന സിനിമകൾക്കെല്ലാം ഒരു വെല്ലുവിളിയായി തീർന്ന സിനിമയുമാണ് ഒരു വടക്കൻ വീരഗാഥ. മാമാങ്കവും കടത്തനാടൻ അമ്പാടിയുമെല്ലാം നേരിട്ടത് ഈ വെല്ലുവിളിയാണ്. ചരിത്രം എന്തുതന്നെയായാലും വെറുപ്പോടെ മാത്രം കണ്ടിരുന്ന വടക്കൻ പാട്ടിലെ ഒരു കഥാപാത്രത്തിന് ജനമനസ്സുകളിൽ ഇത്രയധികം ആരാധനയും സഹതാപവും ഇഷ്ടവും നേടിക്കൊടുത്തത് തിരക്കഥയുടെ കെട്ടുറപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ്. എന്താണ് MD മനസ്സിൽ കണ്ടത്? അതിനെ ഉൾക്കൊണ്ട് അവതരിപ്പിച്ച ഹരിഹരനും ചന്തുവായി വിസ്മയിപ്പിച്ച മമ്മൂട്ടിയും വ്യത്യസ്തമായ വൈകാരിക തലങ്ങളിലൂടെ പോകുന്ന മാധവിയുടെ ഉണ്ണിയാർച്ചയും പിന്നെ ആരോമലും കൂടി മലയാള സിനിമയ്ക്ക് നൽകിയത് പകരം വയ്ക്കാനില്ലാത്ത ഒരു ചലച്ചിത്ര ഭാഷ്യമായിരുന്നു. മലയാളത്തിൻ്റെ എവർഗ്രീൻ ക്ലാസിക് എന്ന് വിളിക്കുവാൻ വടക്കൻ വീരഗാഥയെക്കാളും യോഗ്യതയുള്ള മറ്റൊരു സിനിമ മലയാളക്കരയിൽ പിന്നീട് പിറന്നിട്ടില്ല. കോടികളുടെ തിളക്കവുമായി മലയാള സിനിമ ഒത്തിരി വളർന്നുവെങ്കിലും വടക്കൻ വീരഗാഥയുടെയും ചന്തുവിൻ്റെയും തട്ട് താണു തന്നെ ഇരിക്കും. അതെ, നിസ്സംശയം പറയാം, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല.